നമസ്കാരം. മാറ്റത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. നിരവധി കളിക്കാരാണ് പുതുതായി സമീപകാലത്ത് ടീമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ ചിലർ മിന്നുന്ന പ്രകടനങ്ങളോടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ടീം ഇന്ത്യയുടെ രണ്ട് നെടുന്തൂണുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന താരങ്ങളാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. കരിയറിന്റെ അവസാനത്തോടടുക്കുകയാണ് അവരിപ്പോൾ. 2-3 വർഷം മാത്രമേ പരമാവധി ഇരുവരും ഇനി ഇന്ത്യൻ കുപ്പായത്തിൽ കാണാനിടയുള്ളൂ. കോഹ്ലിക്കും രോഹിത്തിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ താരം ആരാകും എന്നതാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നൊരു കാര്യം. ഇപ്പോൾ ഇരുവരുടെയും പാത പിന്തുടർന്ന് ഇന്ത്യയുടെ അടുത്ത സ്റ്റാറായി മാറിയേക്കാവുന്ന യുവതാരങ്ങൾ ആരൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. യുവ അഗ്രസീവ് ഓപ്പണറും ഇടം കൈൻ ബാറ്ററുമായ യശസ്വി ജയ്സ്വാളാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ ഈ 22-കാരൻ ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് സെൻസേഷനായി മാറിക്കഴിഞ്ഞു. ടെസ്റ്റ്, T20 എന്നീ ഫോർമാറ്റുകളിലാണ് ജയ്സ്വാൾ കളിച്ചത്. രണ്ടിലും അദ്ദേഹം ടീം ഇന്ത്യയിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച ബാറ്റിംഗ് ടെക്നിക്കും വലിയ ഇന്നിങ്സുകൾ കളിക്കാനുള്ള കഴിവുമാണ് ജയ്സ്വാളിനെ സ്പെഷ്യലാക്കി മാറ്റുന്നത്. മാത്രമല്ല, ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ പുറത്താക്കാൻ വളരെ ബുദ്ധിമുട്ടേറിയ താരവുമാണ് അദ്ദേഹം. ശുഭ്മൻ ഗില്ലാണ് ഈ ലിസ്റ്റിൽ രണ്ടാമതുള്ളത്. ഭാവി ക്യാപ്റ്റൻ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഇന്ത്യയുടെ മറ്റൊരു ബാറ്റിംഗ് സെൻസേഷനാണ് ശുഭ്മൻ ഗിൽ. 3 ഫോർമാറ്റിലും ഇതിനകം കളിച്ചു കഴിഞ്ഞ അദ്ദേഹം ഒരു T20 പരമ്പരയിൽ ടീമിനെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. യശസ്വി ജയ്സ്വാളിനെ പോലെ തന്നെ വളരെ മികച്ച ബാറ്റിംഗ് ടെക്നിക്ക് അവകാശപ്പെടാവുന്ന താരമാണ് ഗില്ല. പക്ഷേ അത്രത്തോളം അഗ്രസീവ് ശൈലിയുടെ വക്താവല്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. ആങ്കർ റോളുകൾ കളിക്കുന്നതിലാണ് ഗില്ല് കൂടുതൽ മിടുക്ക് കാണിക്കുന്നത്. അടുത്തതായി പറയാനുള്ളത് റിയാൻ പരാഗിനെ കുറിച്ചാണ്. ഓപ്പണർ റിയാൻ പരാഗ് ഈ ലിസ്റ്റിലെ മികച്ചൊരാളെന്ന് വേണമെങ്കിൽ പറയാം. ബാറ്റും ബോളും കൊണ്ട് ഒരുപോലെ തിളങ്ങാൻ ശേഷിയുള്ള താരം കൂടിയാണ്. അതുപോലെ തന്നെ ഫീൽഡിങ്ങും മികച്ചതായി ചെയ്യുന്ന ആൾ കൂടിയാണ് റിയാൻ പരാഗ്. യുവരാജ് സിംഗിന്റെ പിൻഗാമിയായി ഇന്ത്യൻ ടീമിൽ മാറാനും പരാഗിന് ഒരു പക്ഷേ കഴിഞ്ഞേക്കും. ഈ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ താരം 3 ഫോർമാറ്റിലും കളിക്കാൻ ശേഷിയുള്ള കളിക്കാരൻ തന്നെയാണ്. യുവസീം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് റെഡ്ഡിയാണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ. കഴിഞ്ഞ സീസണിലെ IPL എമേർജിംഗ് പ്ലെയർക്കുള്ള പുരസ്കാരം നേടിയതോടെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഈ ഒരു യുവതാരം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനു പിന്നാലെ തന്നെ ബംഗ്ലാദേശുമായുള്ള T20 പരമ്പരയിലൂടെ നിതീഷ് അരങ്ങേറുകയും ചെയ്തു. കന്നി പരമ്പരയിൽ തന്നെ 50 അടക്കം നേടി മിന്നിച്ച അദ്ദേഹം ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെ ടെസ്റ്റിലും അരങ്ങേറിയിരിക്കുകയാണ്. വളരെ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് ഇതിനോടകം തന്നെ കളിച്ച ടെസ്റ്റുകളിലും നിതീഷ് റെഡ്ഡി പുറത്തെടുത്തിട്ടുള്ളത്. വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മയാണ് ഇക്കൂട്ടത്തിലെ 5-ാമൻ. വളരെ വേഗത്തിൽ മത്സരഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരമാണ് ഈ ഇടം കൈൻ ബാറ്റർ. മുൻ ഇതിഹാസ താരം യുവരാജ് സിംഗിന് കീഴിൽ നടത്തിയ പരിശീലനമാണ് അഭിഷേകിന്റെ പ്രതിഭയെ കൂടുതൽ മിനുക്കിയെടുത്തത്. എന്തായാലും ഈ പറഞ്ഞ പേരുകൾ മറക്കണ്ട. നാളത്തെ വിരാട് കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്രയും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങളായി ഇവർ മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.